കേരളത്തിൽ റാഗിംഗ് കൂടാൻ കാരണം സിദ്ധാർത്ഥ കേസിലെ കേരള ഹൈക്കോടതിയുടെ വിധിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. CBIയുടെയും ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെയും റിപ്പോർട്ടുകൾ തള്ളിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്. ഈ വിധിന്യായങ്ങളാണ് കലാലയങ്ങളിൽ റാഗിംഗ് തുടർക്കഥയാക്കിയതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രതികൾക്ക് ജാമ്യം നൽകുകയും തുടർ പഠനത്തിന് അവസരമൊരുക്കുകയും ചെയ്ത ഹൈക്കോടതി CBIയുടെ കണ്ടെത്തലുകളെ നിസ്സാരമായാണ് കണ്ടത്. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് നാളെ 1 വർഷം തികയുകയാണ്. സിദ്ധാർത്ഥൻ്റെ പിതാവുമായി താൻ ഇന്ന് സംസാരിച്ചിരുന്നുവെന്നും ചെന്നിത്തല വെളിപ്പെടുത്തി. കേരളത്തിൽ ഒരു കാരണവശാലും ഇനി ഒരു റാഗിംഗ് തടയാൻ കഴിയാത്ത നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കോട്ടയത്തെ റാഗിംഗ് പോലും ഈ വിധിയുടെ വെളിച്ചത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കോട്ടയത്ത് നടന്ന സംഭവങ്ങൾ പോലും ഈ വിധിയുടെ വെളിച്ചത്തിൽ ഈ അക്രമകാരികൾക്ക് സംരക്ഷണം ഉറപ്പാകും. കേരളത്തിൽ ആര് റാഗിംഗ് നടത്തിയാലും അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയാണ് ഇന്ന് ഈ വിധികളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇനി റാഗിംഗ് തടയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. എങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് അയക്കും? ഇങ്ങനെ റാഗി ചെയ്ത് കുട്ടികളുടെ ആത്മവീര്യത്തെ തകർക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന SFIക്കാർക്ക് പൂർണ്ണ സംരക്ഷണം സർക്കാരും പോലീസും കൊടുക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ മുഴുവൻ ആളുകളെയും പോലീസ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലായിരിക്കണം അവരുടെ അന്വേഷണം നടക്കേണ്ടത്. ഇത്തരം കോടതി വിധികൾ വന്നാൽ നാളെ ആർക്കും ആരെയും റാഗി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതികൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാളെ സിദ്ധാർത്ഥന്റെ 1ാം വാർഷികമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച ഈ മൂന്ന് വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്.